നമസ്കാരം. തദ്ദേശികം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. പ്രാദേശികം. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെയും എക്സൈസ് വകുപ്പിലെയും ജീവനക്കാർക്കുള്ള 2 ദിവസത്തെ നവമാധ്യമ ശില്പശാല തൃശൂർ കിലയിൽ വെച്ച് നടന്നു. വിവിധ വകുപ്പുകളിൽ നിന്നായി 55ഓളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു. നവമാധ്യമ രംഗത്ത് പ്രഗത്ഭരായ റിസോഴ്സ് പേഴ്സൺമാർ ക്ലാസുകൾ നയിച്ചു. പ്രിൻസിപ്പൽ ഡയറക്ടർ രാജമാണിക്യം IAS, കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൻ തുടങ്ങിയവർ ശില്പശാലയിൽ സംസാരിച്ചു. തിരുവനന്തപുരം കളക്ടറേറ്റിന് ISO 9001-2015 സർട്ടിഫിക്കേഷൻ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ പ്രഖ്യാപനം നടത്തി. ISO സർട്ടിഫിക്കേഷൻ എന്നത് സാമൂഹിക ഉത്തരവാദിത്തമായി കാണണമെന്ന് മന്ത്രി പറഞ്ഞു. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ 2ാമത്തെ കളക്ടറേറ്റും ആദ്യത്തെ സബ് കളക്ടറുടെ ഓഫീസും എന്ന നേട്ടമാണ് തിരുവനന്തപുരം കളക്ടറേറ്റ് കൈവരിക്കുന്നത്. നവീകരിച്ച കളക്ടറുടെ ചേംബർ, RDO ഓഫീസ്, സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത റെക്കോർഡ് റൂം എന്നിവയും മന്ത്രി സന്ദർശിച്ചു. തൃശൂർ കിലയുടെ സഹായത്തോടെയാണ് അന്താരാഷ്ട്ര നിലവാര സൂചകമായ ISO സർട്ടിഫിക്കേഷൻ നേടിയത്. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്, സബ് കളക്ടർ അശ്വതി ശ്രീനിവാസ്, അസിസ്റ്റന്റ് കളക്ടർ V. അഖിൽ മേനോൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനിൽ ജോസ് J, മറ്റ് ഡെപ്യൂട്ടി കളക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നവകേരള സദസ്സിന്റെ മുന്നോടിയായി നടന്ന വടക്കാഞ്ചേരി നിയോജക മണ്ഡലം വികസന സെമിനാർ തൃശൂർ മുളങ്കുന്നത്തുകാവ് കിലയിൽ വെച്ച് നടന്നു. വികസന സെമിനാറിൽ വിവിധ മേഖലകളിലായി 500ഓളം പേരാണ് പങ്കെടുത്ത അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചത്. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജിജു P. അലക്സ്, കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൻ, വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ KS പ്രഭുകുമാർ, സിമറ്റ് ഡയറക്ടർ ഡോക്ടർ N. രഘു, ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ AK. മനോജ് കുമാർ, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B. ഷീല, തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജിയോ ജോബ്, വർഗീസ് തരകൻ തുടങ്ങിയവർ വികസന സെമിനാറിൽ സംസാരിച്ചു. 6 സെഷനുകളിലെ ചർച്ചകൾ ക്രോഡീകരിച്ചു. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് ദിശാബോധം നൽകുന്ന രേഖ വികസന സെമിനാറിന്റെ ഭാഗമായി തയ്യാറാക്കും. ഭിന്നശേഷി അവാർഡ് തിളക്കത്തിൽ തൃശൂർ ജില്ലയിലെ പുന്നയൂർക്കുളം പഞ്ചായത്ത്. ഭിന്നശേഷി വിഭാഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ 2023 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കി പുന്നയൂർക്കുളം പഞ്ചായത്ത് ജില്ലയ്ക്ക് അഭിമാനമായി. ഭിന്നശേഷി മേഖലയിൽ 100% ഫണ്ട് പൂർത്തീകരിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. ഭിന്നശേഷി കുട്ടികൾക്കായി ബഡ് സ്കൂൾ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. പഞ്ചായത്തിലെ അർഹരായ മുഴുവൻ പേർക്കും ഭിന്നശേഷി പെൻഷനും നൽകുന്നുണ്ട്. പഞ്ചായത്തിൽ നിർമ്മിച്ച ജില്ലയിലെ ഏറ്റവും വലിയ അങ്കണവാടി ഭിന്നശേഷി സൗഹൃദമായാണ് പ്രവർത്തിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി പെട്ടിക്കട ആരംഭിക്കുന്നതിന് ധനസഹായവും പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. കിലയുടെ തളിപ്പറമ്പ് ക്യാമ്പസിലെ ഫാമിലെ ഈ വർഷത്തെ നെൽകൃഷി കൊയ്ത്തുത്സവം കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മെമ്പർ ലക്ഷ്മണൻ, പ്രിൻസിപ്പൽ PM രാജീവ്, ലെക്ചറർ ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിറവിൽ തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ ഗ്രാമപഞ്ചായത്ത്. നഗരൂർ ക്രിസ്റ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കൈറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K. അൻവർ സാദത്താണ് പ്രഖ്യാപനം നടത്തിയത്. സ്മാർട്ട് ഫോൺ വഴിയുള്ള സേവനങ്ങൾ പരസഹായമില്ലാതെ ഉപയോഗിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുന്നതിന് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നഗരൂർ പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. കിളിമാനൂർ, നാവായിക്കുളം, പള്ളിക്കൽ, കരവാരം ഗ്രാമപഞ്ചായത്തുകളാണ് നേരത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത്. നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ 3689 പഠിതാക്കളെയാണ് കുടുംബശ്രീ സർവേയിലൂടെ തെരഞ്ഞെടുത്തത്. ഇതിൽ 3601 പേർ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു. ചടങ്ങിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BP മുരളി, നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D. സ്മിത, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കിളിമാനൂർ ബ്ലോക്ക് ഡിജിറ്റൽ സാക്ഷരതാ കോർഡിനേറ്റർ KG ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് പരിശീലനം നൽകി. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ ഗ്രീൻ ഓഫീസുകളാക്കി മാറ്റുന്നതിനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. ജൈവമാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം, അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറൽ, നിലവിലെ മാലിന്യ സംസ്കരണ ഉപാധികൾ തുടങ്ങിയവയെപ്പറ്റി ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് കുഞ്ഞാശൻ ക്ലാസ് എടുത്തു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്റ്റേഷനിലും ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയൽ, ശുചിമുറി മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ നിക്ഷേപിക്കൽ തുടങ്ങിയവയ്ക്കെതിരെ പോലീസിന്റെ ശക്തമായ ഇടപെടൽ വേണമെന്ന് നിർദ്ദേശിച്ചു. സ്ത്രീകൾക്ക് ആർത്തവകാല ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി കൊല്ലം ജില്ലയിലെ നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ മെൻസ്ട്രുവൽ കപ്പുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മെൻസ്ട്രുവൽ കപ്പ് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഗിരിജാകുമാരി നിർവഹിച്ചു.
മെഡിക്കൽ ഓഫീസർ അനിത, വാർഡംഗം ഷെമീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VS ലേഖ, ആശാപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ BRCയുടെ നേതൃത്വത്തിൽ ആരവം 2023 എന്ന പേരിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന ഭിന്നശേഷി കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം നടത്തി. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കുട്ടികളിലും രക്ഷിതാക്കളിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സംഗമം നടത്തിയത്. മെഡിക്കൽ ക്യാമ്പ്, കുട്ടികളുടെ കലാപരിപാടികൾ, രക്ഷിതാക്കളുടെ കലാപരിപാടികൾ, നാടൻപാട്ട്, വയലിൻ സംഗീതം, മൈനർ ഗെയിംസ് എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു. ഡോക്ടർ അനുശ്രീ പവിത്രൻ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. സംഗമത്തിൽ പങ്കെടുത്ത ഭിന്നശേഷി കുട്ടികൾക്ക് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി വയനാട് ജില്ലയിലെ പനമരം ബ്ലോക്ക് പഞ്ചായത്തിൽ ജനപ്രതിനിധികൾക്കായി ഏകദിന പരിശീലനം നടത്തി. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM ആസിയ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിൽ ക്ഷയരോഗം സംശയിക്കപ്പെടുന്ന എല്ലാവരെയും കണ്ടെത്തി രോഗനിർണയം നടത്തി ചികിത്സിക്കുകയും തുടർ പരിശോധനകൾ ഉറപ്പുവരുത്തി ക്ഷയരോഗ മുക്ത പഞ്ചായത്തിന് രൂപം നൽകുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ, പനമരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ ജനപ്രതിനിധികൾ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി പ്രകാശൻ, TS ദിലീപ് കുമാർ, KV രജിത, പനമരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വയനാട് ജില്ലയിലെ തൊണ്ടാർനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ വഞ്ഞോട് എടമുണ്ട FRC ട്രൈബൽ സെറ്റിൽമെന്റ് കോളനിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK ശങ്കരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സിനി തോമസ് അധ്യക്ഷത വഹിച്ചു. വിവിധ പരിശോധനകൾ നടത്തി മരുന്ന് വിതരണം ചെയ്തു. ഡോക്ടർ KR ദീപ, ഹെൽത്ത് ഇൻസ്പെക്ടർ CP സതീഷ് തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ശൈലജ ടീച്ചർ ലാപ്ടോപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത്. ഒന്നാം ഘട്ടത്തിൽ 13 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ, ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ജില്ലയിലെ പനമരം ഗ്രാമപഞ്ചായത്തിലെ മുട്ടക്കോഴി വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM ആസിയ ഉദ്ഘാടനം ചെയ്തു. സ്വയം പര്യാപ്തത നേടുക, കുട്ടികളിലും മുതിർന്നവരിലുമുള്ള പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, ഗുണമേന്മയുള്ളതും വിഷരഹിതവുമായ മുട്ട ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വാർഡ് മെമ്പർ ശാന്ത, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ, ശിവകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. അമ്പലപ്പുഴ നാലുപാടം പാടശേഖരത്ത് സ്ഥാപിച്ച വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പിന്റെ പ്രവർത്തനോദ്ഘാടനം MLA H സലാം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ നാലുപാടത്ത് പമ്പ് സ്ഥാപിച്ചത്. ചടങ്ങിൽ അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ്, ജില്ലാ പഞ്ചായത്ത് അംഗം P അഞ്ജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, വൈസ് പ്രസിഡന്റ്, കൃഷി അസിസ്റ്റന്റ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പാടശേഖര സമിതി പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നഗരസഭയിലെ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ കാണാം. കണ്ടില്ലേ, മാലിന്യങ്ങൾ പൊതുയിടങ്ങളിൽ വലിച്ചെറിയാൻ പാടില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ദോഷമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പകർച്ചവ്യാധി പോലുള്ള മാരക രോഗങ്ങൾക്കും ഇതൊരു കാരണമാണ്. നമ്മുടെ ഈ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനു വേണ്ടി കേരള ഗവൺമെന്റും നിലമ്പൂർ നഗരസഭയും സംയുക്തമായി നടപ്പാക്കുന്ന ബൃഹത് മാലിന്യ സംസ്കരണ പദ്ധതിയാണ് ഹരിതകാന്തി. ഹരിതകാന്തി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മറ്റുള്ള മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ പരിപാടിയുമായിട്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി ഹരിതകാന്തി എന്ന പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ബഹുമാന്യനായ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി അത് ഉദ്ഘാടനം ചെയ്യുകയും ഉണ്ടായി. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ നിവാസികളോട്, നല്ലവരായ നാട്ടുകാരോട്, നല്ലവരായ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിലമ്പൂരിനെ മാലിന്യമുക്തമാക്കുക,
നമ്മുടെ നിലമ്പൂരിനെ ഏറ്റവും സൗന്ദര്യവൽക്കരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. നമുക്ക് നമ്മുടെ നിലമ്പൂരിനെ ഏറ്റവും സൗന്ദര്യമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകാന്തി പദ്ധതി നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു കൂട്ടം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഹരിതകാന്തി പ്രവർത്തകർ ഇവിടെ ചെയ്തു വരുന്നത്. അവരൊരു തൊഴിൽ മാർഗം കൂടിയാണ്. അവർ നമ്മളെ വീടുകളിലേക്ക് വരുമ്പോൾ തികച്ചും നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് കൃത്യമായിട്ട് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. തീർച്ചയായും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 7000-ഓളം കുടുംബങ്ങൾ ഇതിന് സഹകരിച്ച് വരുന്നുണ്ട്. നല്ല നിലയിലുള്ളൊരു പ്രതികരണമാണ് കടകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും കിട്ടുന്നത്. ഈ വരുന്ന സ്ത്രീകൾ നമ്മളുടെ ഇടയിലുള്ള സ്ത്രീകളാ എന്ന് കണക്കാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല വൃത്തിയായി ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിലമ്പൂർ നഗരസഭയുടെ ഹരിതകാന്തി എന്ന മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഹരിതകർമ്മസേന. ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനം മൂലമാണ് നിലമ്പൂരിലെ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ വീടുകളിലും ഹോട്ടലുകളിലും ഓരോ വാർഡും കേന്ദ്രീകരിച്ച് ജൈവ മാലിന്യവും അജൈവ മാലിന്യങ്ങളും ശാസ്ത്രീയമായി തരംതിരിച്ചുകൊണ്ട് അവർ നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും ഈ മാലിന്യം കൃത്യമായി തരംതിരിച്ചുകൊണ്ട് ഗ്രീൻ കേരള മിഷന് കൈമാറും. അതുമൂലം വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ നിലമ്പൂർ നഗരസഭയ്ക്ക് കഴിയുന്നു. നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം ഈ സംസ്ഥാനത്ത് ആദ്യമായി കൊണ്ട് ഒരു നഗരസഭ സൗജന്യമായി വീടുകളിൽ എത്തിച്ചു നൽകുകയാണ്. ആദ്യം ഘട്ടം എന്ന നിലയ്ക്ക് ഏകദേശം നഗരസഭയിലെ 52% വീടുകളിലും ഇതിനോടകം ഈ ബയോബിൻ നൽകാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ബയോബിനിൽ നിന്ന് വരുന്ന ജൈവ മാലിന്യത്തിൽ നിന്ന് വരുന്ന ഏറ്റവും മികച്ച ജൈവ വളം അത് നഗരസഭ തന്നെ ശേഖരിച്ചുകൊണ്ട് നഗരസഭയുടെ മാർക്കറ്റിൽ കുടുംബശ്രീ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിൽപ്പന നടത്തുവാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ശുചിത്വ കേരള മിഷൻ അംഗീകരിച്ച മാലിന്യ സംസ്കരണ ഉപകരണമായ ബയോബിന്നുകൾ എല്ലാ വീടുകളിലും സൗജന്യമായി നൽകുവാൻ നഗരസഭ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സ്പോർട്സ് ആൻഡ് ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂർ നഗരസഭയിൽ നടന്ന ബയോബിന്നിന്റെ വിതരണോദ്ഘാടനം നടത്തുകയും ചെയ്തു. കൂടാതെ വാർഡ് തലങ്ങളിൽ ഓരോ വീടുകളിലും ബയോബിൻ എത്തിച്ചു നൽകുന്ന പ്രവർത്തനവും നഗരസഭ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ അടുക്കളയിലുണ്ടാകുന്ന ഭക്ഷ്യവേസ്റ്റുകൾ ഈ ബയോബിന്നിൽ നിക്ഷേപിച്ച് ഈ വേസ്റ്റുകൾ തന്നെ വളമാക്കിക്കൊണ്ട് നഗരസഭ ഓരോ വീട്ടിലും എത്തിച്ചു നൽകുന്ന പച്ചക്കറി തൈകൾ നട്ടുവളർത്തി ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം. അധികം വരുന്ന ജൈവവളം കുടുംബശ്രീയുടെ കാർഷിക വിപണന കേന്ദ്രം മുഖേന കുറഞ്ഞ നിരക്കിൽ വിപണനം ചെയ്യാനും പദ്ധതി ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ മാലിന്യം പുറന്തള്ളുമ്പോൾ നിലമ്പൂരിൻ്റെ സൗന്ദര്യം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നിലമ്പൂരിലെ ജനങ്ങളുടെ ആരോഗ്യം കൂടിയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാലിന്യ സംസ്കരണത്തോടൊപ്പം നിലമ്പൂരിലെ ആരോഗ്യമുള്ള ഒരു തലമുറയെ കൂടിയാണ് നമ്മൾ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ജനകീയ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഹരിതകാന്തി എന്ന മാലിന്യ സംസ്കരണ പദ്ധതിയോടൊപ്പം നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കാം. നിലമ്പൂർ നഗരസഭ എന്നും ജനങ്ങൾക്കൊപ്പം. ഹരിതകാന്തി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി. നമുക്കൊരുമിച്ച് അണിചേരാം മാലിന്യമുക്ത നിലമ്പൂരിനായി. തിരുവനന്തപുരം ജില്ലയിലെ ഡിജി പുല്ലമ്പാറ വീഡിയോ കാണാം. തിരുവനന്തപുരം ജില്ലയിലെ മലയോര കർഷക ഗ്രാമമാണ് പുല്ലമ്പാറ. വേങ്കമലക്കുന്നിന്റെ നിഴലേറ്റ് വാമനപുരം നദിയുടെ ലാളനമേറ്റ് വളരുന്ന ഒറ്റഞ്ഞാർ കൃഷിയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച കാർഷിക ഗ്രാമം. അസാധ്യമെന്ന് ഒറ്റനോട്ടത്തിൽ ആർക്കും തോന്നിപ്പോകാവുന്ന ഒരു ലക്ഷ്യം ഒന്നിച്ച് ഒറ്റക്കെട്ടായി നേടിയതിന്റെ ചാരിതാർത്ഥ്യത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ് ഈ മലയോര ഗ്രാമം.
ഇപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് നമ്മുടെ പോലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും പ്രശ്നമായി നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഈ ഡിജിറ്റൽ ഡിവൈഡുള്ള, ഈ അന്തരമുള്ള, ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവർക്ക് സാക്ഷരത എന്തുകൊണ്ട് പകർന്നു കൊടുത്തുകൂടാ എന്നൊരാശയം ഉണ്ടായത്? അങ്ങനെ ഞങ്ങൾ ഈ പ്രോജക്റ്റിന് ഒരു പേര് കൊടുത്തു, ഡിജി പുല്ലമ്പാറ. ഞങ്ങളുടെ പുല്ലമ്പാറ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ 3 ദിവസത്തെ ഒരു പ്രോഗ്രാമിന് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഡിജി പുല്ലമ്പാറ എന്ന് പറയുന്നൊരു സംഭവത്തെ പറ്റി ഞങ്ങൾ കേൾക്കുന്നത്. കേരളത്തിൽ തന്നെ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഗ്രാമം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് ഇതാണെന്ന് അറിയുന്നത്. പുല്ലമ്പാറ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു മൊബൈലിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിപ്പിച്ച് തരാൻ കുറച്ച് മക്കൾ വന്നായിരുന്നു. അപ്പോൾ അവർ എല്ലാം പറഞ്ഞു തന്ന് എനിക്കിപ്പോൾ വലിയ സന്തോഷമായി. വാട്സപ്പ് എടുക്കുന്നത് എങ്ങനെ, മെസ്സേജ് നോക്കുന്നത് എങ്ങനെ, ഇതെല്ലാം അവർ പഠിപ്പിച്ച് തന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മക്കളൊക്കെ പറയും ഫേസ്ബുക്ക് ഉണ്ട്, പിന്നെ വീഡിയോ കോൾ ചെയ്യാം, പിന്നെ ഫോട്ടോ എടുക്കാം, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇവർ വന്നത് പഠിപ്പിച്ച് തന്നപ്പോൾ എനിക്കിപ്പോൾ എല്ലാം അറിയാം. ഇത് ഞങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ മാത്രം കണ്ടൊരു കാര്യമാണ്. പക്ഷേ ഇത് ഇവിടെ മാത്രം ഒതുങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് ഓൾ കേരള തന്നെ ഈ ഒരു പെർട്ടിക്കുലർ മിഷൻ വളരെയധികം നന്നായിട്ട് സ്പ്രെഡ് ആവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും അറിയുക എന്നത് എല്ലാവർക്കും നല്ലതാണ്. മലയോര ഗ്രാമപ്രദേശമായ, സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാർ അധിവസിക്കുന്ന നമ്മുടെ ഈ ഗ്രാമത്തിന് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് പരിപൂർണ തോതിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. ഈ വിജയം കൂട്ടായ്മയുടെ വിജയമാണ്. ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ടു വന്ന ഒരു ഗ്രാമീണ മാതൃകയുടെ വിജയം. ഗ്രാമീണ സമൂഹത്തിൽ വ്യക്തമായ വേർതിരിവുണ്ടാക്കാവുന്ന ഡിജിറ്റൽ ഡിവൈഡ് എന്ന പ്രശ്നത്തെ നേരിടാൻ, ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തതുകൊണ്ട് മാത്രം സമൂഹത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് കൈത്താങ്ങാകാൻ, സാമൂഹ്യമായ അസമത്വങ്ങൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഡിജിറ്റൽ ലോകത്ത് സ്വന്തം ശബ്ദം കൂടി കേൾപ്പിക്കാൻ ഗ്രാമീണരെ തയ്യാറാക്കുന്ന ഈ ദൗത്യം ഭാരതത്തിനാകെ മാതൃകയാക്കാവുന്നതാണ്. പുല്ലമ്പാറ ഗ്രാമം ഇവിടെ നിർത്തുന്നില്ല. ഡിജിറ്റൽ സാക്ഷരതയ്ക്കപ്പുറം ഡിജിറ്റൽ വിദ്യാഭ്യാസമെന്ന അനന്തവിഹായസിൽ പുതിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി ഉയരങ്ങളിലേക്ക് പറക്കുക തന്നെയാണവർ. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് കൊല്ലം ജില്ലയിലെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇടമുളയ്ക്കലിൻ്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നടത്തി വരുന്നത്? അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്താണ്. ഞാൻ അവിടുത്തെ പ്രസിഡൻ്റാണ്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ 22 വാർഡുകളാണുള്ളത്. നമുക്ക് 44 അതിദരിദ്ര വിഭാഗത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയിരുന്നു. അതിലൊരു 4 പേര് മരണപ്പെട്ടു. ഇപ്പോൾ ബാക്കി 40 പേരാണുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ PHC വഴി നമ്മൾ അവർക്ക് വേണ്ടി ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ ഓണത്തിന് നമ്മൾ അവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് 40 കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യ കിറ്റ് അവർക്ക് നൽകിയിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഇൻറ്റേൺ ഉണ്ട്. അപ്പം വ്യവസായ വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു ഇന്ത്യൻ സംവിധാനമുണ്ട്. അപ്പോൾ നമ്മുടെ വാർഡുകളിലെ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യനുമായി സഹകരിച്ചുകൊണ്ട്
അവർക്ക് സബ്സിഡിയും ഒക്കെ നൽകിക്കൊണ്ട് തന്നെ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നമുക്ക് ഒരുപാട് ഗ്രാമപഞ്ചായത്ത് അവർക്ക് സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ ലൈഫ് പട്ടികയിൽപ്പെടുത്തി നമ്മൾ ഏകദേശം 180 പേർക്ക് SC വിഭാഗത്തിലുള്ളവർക്ക് എഗ്രിമെൻ്റ് വെച്ചു. ഇതുവരെ 100 പേർക്ക് ജനറൽ വിഭാഗത്തിലുള്ളവർക്കും എഗ്രിമെൻ്റ് വെച്ചു. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം കുറച്ച് പേര് എഗ്രിമെൻ്റ് വെച്ചതുകൊണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെയാണ് നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും അവരുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്? നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതികളുണ്ട്. ഇപ്പോൾ എല്ലാ മാസവും കറക്റ്റായിട്ട് കൂടുന്നുണ്ട്. വാർഡുകളിലും കൃത്യമായിട്ട് കൂടാറുണ്ട്. നമുക്ക് ഒരു കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ ഉണ്ട്. അവർ കൃത്യമായിട്ട് വാർഡുകളിലും അംഗൻവാടികളിലും വന്ന് കൃത്യമായിട്ട് കൂടുന്നുണ്ട്. ജാഗ്രതാ സമിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സും കൂടെ കേട്ട ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇനിയും നടപ്പാക്കണം എന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികളും അവരെ വിളിച്ചുകൊണ്ടൊരു മീറ്റിംഗ് കൂടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടത്തണമെന്നുണ്ട്. കുട്ടികൾക്ക് നമ്മൾ LP കുട്ടികൾക്ക് ഇതിനു മുൻപ് മേശയും കസേരയും അങ്ങനെയൊക്കെയുള്ള പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. അംഗൻവാടികളിൽ പോഷകാഹാര പദ്ധതിക്കൊക്കെ വേണ്ടി നമ്മൾ വർഷം തോറും പദ്ധതി വകയിരുത്താറുണ്ട്. അവർക്ക് വേണ്ടി ഒരുപാട് പൈസ അതിനുവേണ്ടി ചിലവഴിക്കാറുണ്ട്. ടൂറിസം മേഖലയിൽ പഞ്ചായത്തിൽ എന്തൊക്കെ സാധ്യതകളാണ് നിലവിലുള്ളത്? നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ടൂറിസം മേഖല എന്ന് പറയുന്നത് മലമേൽ പ്രദേശമാണ്. ആകെ ഒരു ടൂറിസം കേന്ദ്രമാണ് ഉള്ളത്. അപ്പോൾ അതിവിടെ DTPCയോട് ചേർന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അവിടെ നമ്മൾ ഇപ്പോൾ ഡിസംബറിലൊക്കെ നമ്മൾ ഒരു ഫെസ്റ്റ് നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ 3 ദിവസമായിരുന്നു കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും നല്ല രീതിയിൽ ഒരു കമ്മിറ്റിയൊക്കെ ഇപ്പം കൂടിയിട്ടുണ്ട്. ഒരു 4-5 ദിവസം നിൽക്കുന്ന രീതിയിൽ കൂടണം എന്നാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് അത് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ മാലിന്യം വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്? അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 22 വാർഡുകളാണുള്ളത്. 22 വാർഡിലും കൂടി 44 ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അവർക്ക് വേണ്ടി ഗ്രീൻ ടെക് എന്നൊരു കമ്പനിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ നമ്മൾ എല്ലാ മാസവും വിലയിരുത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ 72% യൂസർ ഫീ കളക്ഷനിലെത്തിയിരുന്നത്. അപ്പോൾ ഇനി അടുത്ത നവംബറോട് കൂടി തന്നെ നമുക്ക് 80% യൂസർ ഫീ കളക്ഷനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ മോണിറ്റർ ചെയ്തു പോകുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് കാഴ്ചവെക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്? കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഇപ്രാവശ്യത്തെ പ്രോജക്റ്റുകൾ വാഴക്കൃഷി, ഇടവിള കൃഷി, തേനീച്ച കൃഷി വ്യാപനം, കൂൺ കൃഷി, പിന്നെ അതുപോലെ പമ്പ് സെറ്റ് വിതരണം, ജനറൽ SCP ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തിലുള്ള പ്രോജക്റ്റുകളാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാർഷിക മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നൊരു നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് കർഷകരുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ 9ാം വാർഡിൽ ചെമ്പകരാമല്ലൂർ വാർഡിലാണ് നമുക്കൊരു ചിറ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഏകദേശം 45 ലക്ഷം രൂപയും നമ്മുടെ പഞ്ചായത്തിൻ്റേതായിട്ട് ഇപ്പോൾ 23 ലക്ഷം രൂപയും ഒക്കെ സംയുക്തമായിട്ട് നടത്തിക്കൊണ്ട് നമ്മുടെ ആ പഞ്ചായത്ത് നല്ല രീതിയിൽ ചിറ സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഇപ്പോൾ ഈ കേരളോത്സവം പരിപാടി തന്നെ നടത്തിയപ്പോൾ അവിടെ നീന്തൽ ഉൾപ്പെടെയുള്ള മത്സരം നടത്തിയിരുന്നു. അതുപോലെ അവിടെ നീന്തൽ പരിശീലനമൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ അവിടെ അടുത്തുള്ള വീടുകളിൽ കല്യാണം പോലുള്ള ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ചെറിയൊരു തോതിൽ നമ്മുടെ കമ്മിറ്റിയും കൂടി അംഗീകരിച്ചുകൊണ്ട് ചെറിയ നിരക്കിൽ ഫീസ് വാങ്ങിച്ചുകൊണ്ട് തന്നെ കല്യാണങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. പിന്നെ ഭാവിയിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയം അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആട് കൊടുക്കുക, കോഴി കൊടുക്കാൻ ആനിമൽ ഹസ്ബൻഡറി റിലേറ്റഡ് ആയിട്ട് ഉണ്ട്. നമുക്ക് ഇപ്രാവശ്യവും SC പ്രോജക്റ്റായിട്ടാണ് വനിതകൾക്ക് ആട് വളർത്തൽ എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ പശു വളർത്തൽ വനിതകൾക്ക്. പിന്നെ നമുക്ക് 100 കോഴി ഒരു വാർഡിൽ ഒരാൾക്ക് 100 കോഴി എന്നൊരു പദ്ധതിയായിട്ട് ഇപ്പം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തുള്ള അംഗൻവാടികളിലോ സ്കൂളുകളിലോ പാലും മുട്ടയൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതി. നമ്മൾ ഇതുവരെ 5 കോഴി അങ്ങനെയൊക്കെയാണല്ലോ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അംഗൻവാടികളിലൊക്കെ ഒരു മുട്ട നമ്മുടെ ഒരു ഒരാൾക്കൊരു സംരംഭം എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മൾ ഇപ്രാവശ്യം ആ ഒരു പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ അംഗീകാരങ്ങളാണ് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്? നമ്മുടെ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വർഷവും ഒരുപാട് പൈസ വകയിരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ PHCയിൽ ഇപ്രാവശ്യം നമ്മൾ വെച്ച തുക എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ് എന്നുള്ളൊരു സങ്കല്പമായിരുന്നു. നമ്മൾ ഈ മാലിന്യമുക്തമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രോജക്റ്റ് വെച്ചത്. 5 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി വകയിരുത്തിയത്. നമ്മുടെ അംഗൻവാടികൾ വഴി കൗമാരപ്രായക്കാരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് കൊടുക്കാനും, അവർക്ക് ആദ്യമായിട്ട് ഇത് കൊടുക്കുന്നതിന് മുൻപ് ഇപ്പോഴത്തെ ഒരു ക്ലാസ് കേട്ടപ്പോഴാണ് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലായത്. നമുക്കൊരു ബോധവൽക്കരണം കൂടി കൊടുത്തുകൊണ്ട് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്രാവശ്യത്തെ ആരോഗ്യ PHCയിലെ പ്രോജക്റ്റുകൾ ഏകദേശം ഒരു 65% തന്നെ പദ്ധതി തുക വകയിരുത്തി കഴിഞ്ഞു, തുക ചിലവഴിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് അതുപോലെ പാലിയേറ്റീവ് കെയർ, അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധരായ ആളുകൾക്ക് ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് മരുന്ന് വിതരണം 2 ലക്ഷം രൂപ, അല്ലാതെ മൊത്തത്തിൽ മരുന്ന് വിതരണം, അങ്ങനെ മൊത്തത്തിൽ ഒരു 12 ലക്ഷം രൂപയാണ് നമ്മൾ വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യരംഗത്ത് ഒരുപാട് നമ്മൾ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ആയുർവേദത്തിലായാലും ഒക്കെ നമുക്ക് നല്ല രീതിയിലുള്ള പുരോഗതി, ആയുർവേദത്തിന് ഹോമിയോ അവിടെയൊക്കെ ദിനംപ്രതി ഒരുപാട് ആളുകൾ കടന്നു വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയും ഹോമിയോയിലൊക്കെ ഇപ്പം 100% തുക ചിലവഴിച്ച് കഴിഞ്ഞു. ഹോമിയോയിലാണെങ്കിൽ, ആയുർവേദത്തിലാണെങ്കിൽ അത്രയും തന്നെ ഒരു ഏകദേശം 75% തുക ചിലവഴിച്ച് കഴിഞ്ഞു ഈ പ്രാവശ്യത്തെ. പഞ്ചായത്തിൻ്റെ നിലവിലെ അവസ്ഥ വെച്ച് ഇനി ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ടുള്ളത്? സ്ത്രീകൾക്കും അതുപോലെ വയോജനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഒരുപാട് നമ്മൾ പ്രോജക്റ്റുകൾ അവർക്ക് ഇത്ര ശതമാനം മാറ്റിവെച്ച്, വയോജനങ്ങൾക്കൊക്കെ 5% മാറ്റിവെച്ച് തുക ചെലവഴിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ശരിയായ രീതിയിൽ അത് പ്രയോജനപ്പെടുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം കേട്ടതിന് ശേഷം അവരുടെ ഒരു പ്രത്യേക യോഗമൊക്കെ വിളിച്ച് ചേർത്തുകൊണ്ട് നല്ല രീതിയിലുള്ള അവർക്ക് പ്രോജക്റ്റ് തയ്യാറാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഒരുപാട് നൂതന പ്രോജക്റ്റുകൾ കൊണ്ടുവരാനും അതുപോലെ സംരംഭങ്ങൾക്കൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നന്ദി, നമുക്ക് വേണ്ടി സമയം ചെലവിട്ടതിന്. അടുത്തതായി മാലിന്യമുക്തം നവകേരളത്തിൻ്റെ 2ാം ഘട്ടവുമായി സംബന്ധിച്ച സോഷ്യൽ ഓഡിറ്റുമായി അനുബന്ധിച്ചിട്ടുള്ള ഹരിത വാർഡ് സഭ ഗ്രാമസഭയെ കുറിച്ചിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നമുക്ക് കാണാം. മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ 1ാം ഘട്ടം അവസാനിക്കുമ്പോൾ നമ്മൾ നാട്ടിലെമ്പാടും സാമൂഹ്യ ഓഡിറ്റ് നടത്തുകയും അതിനെ തുടർന്ന് ഹരിത സഭ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മാലിന്യമുക്തം പരിപാടിയുടെ 2ാം ഘട്ടം ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും നമ്മൾ ഹരിത ഓഡിറ്റ് സംഘടിപ്പിക്കുകയാണ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹരിത ഓഡിറ്റ് സംഘടിപ്പിക്കുകയാണ്. ആ ഹരിത ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷം വാർഡ് സഭകളും ഗ്രാമസഭകളും ചേർന്ന് എല്ലാവരുടെയും അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പൂർത്തീകരിക്കും. അങ്ങനെ പൂർത്തീകരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കൈമാറുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതിൽ കൂടുതൽ ചർച്ച നടത്തി ക്രോഡീകരിച്ച് തുടർ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഈ ഹരിത ഓഡിറ്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വാർഡ് സഭയും ഗ്രാമസഭയും വിജയിപ്പിക്കുക എന്നത് 2024 മാർച്ച് 31 കേരളം മാലിന്യമുക്തമാകുന്ന പ്രഖ്യാപനത്തിന് കടുക്കുന്നതിനുള്ള സുപ്രധാനമായ നടപടി കൂടിയാണ്. ഈ റിപ്പോർട്ടുകൾ എങ്ങനെ തയ്യാറാക്കണമെന്നും ഹരിതസഭ എങ്ങനെ സംഘടിപ്പിക്കണമെന്നതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് കൂടുതൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്ന് കരുതുന്നു. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ വിജയാശംസകളും. കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ അതിൻ്റെ 2ാം ഘട്ടം പൂർത്തീകരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ക്യാമ്പയിൻ്റെ ഫലപ്രാപ്തി കൃത്യമായി പരിശോധിക്കേണ്ടതില്ലേ? ഉണ്ടെങ്കിൽ ആരിത് പരിശോധിക്കണം? പൊതുജനങ്ങൾ നേരിട്ട് ക്യാമ്പയിൻ്റെ ഫലപ്രാപ്തി പരിശോധിക്കണം. ഇതിനായി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു 2ാം ഘട്ട ജനകീയ ഓഡിറ്റ് നടത്തുന്നു. ഇതിൻ്റെ ഭാഗമായി ഹരിത വാർഡ് സഭകൾ ഗ്രാമസഭകൾ സംഘടിപ്പിക്കുന്നു. എന്താണ് ഹരിത വാർഡ് സഭകൾ ഗ്രാമസഭകൾ? ക്യാമ്പയിൻ അതിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ച സമയത്ത്
കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മൾ വിജയകരമായി ജനകീയ വോട്ട് നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ജനകീയ വോട്ടിൻ്റെ പ്രക്രിയയെപ്പറ്റി പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇത്തവണ നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് വാർഡ് തല ജനകീയ വോട്ട് റിപ്പോർട്ടുകളാണ്. ഇതിനായി സംഘടിപ്പിക്കുന്ന വേദികളാണ് ഹരിത വാർഡ് സഭകൾ, ഗ്രാമസഭകൾ. എന്തുകൊണ്ട് വാർഡ് സഭകൾ, ഗ്രാമസഭകൾ, എന്തുകൊണ്ട് വാർഡ് തല റിപ്പോർട്ട്? പൊതുജനങ്ങൾ തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ച് ഭരണത്തിൽ നേരിട്ട് പങ്കാളികളാവുന്ന ഇടങ്ങളാണ് ഗ്രാമസഭകളും വാർഡ് സഭകളും. തങ്ങളുടെ വാർഡിൽ നടക്കേണ്ട ആവശ്യമായ വികസന പ്രവർത്തനങ്ങളെപ്പറ്റി ജനപ്രതിനിധികളോടും മറ്റു ഉദ്യോഗസ്ഥരോടും തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് വഴി ജനങ്ങൾ നേരിട്ട് ഈ ഭരണത്തിൽ പങ്കാളികളാവുന്നു. പക്ഷേ ഇതിനെന്താവശ്യമാണ്? വാർഡിലെ നിലവിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും വാർഡിലെ നിലവിലെ സ്ഥിതിയെ പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങൾ ഓരോ പൊതുജനത്തിനും അറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ക്യാമ്പയിൻ്റെ കാര്യം എടുക്കട്ടെ. തങ്ങളുടെ വാർഡിൽ നടന്ന ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങൾ, നിലവിലെ സ്ഥിതി, വികസന പ്രവർത്തനങ്ങൾ എന്നിവയെ പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങൾ ഈ പൊതുജനങ്ങൾക്ക് അറിയേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളെപ്പറ്റി വ്യക്തമായുള്ള വിശകലനം നടത്താൻ വേണ്ടി ഓരോ പൊതുജനത്തിനും സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഒരു പ്രാഥമിക റിപ്പോർട്ട് വാർഡ് തല ശുചിത്വ ആരോഗ്യ സമിതി തയ്യാറാക്കേണ്ടതാണ്. ഈ തയ്യാറാക്കിയ റിപ്പോർട്ട് വാർഡ് സഭ, ഗ്രാമസഭകളിൽ അവതരിപ്പിച്ചതിന് ശേഷം പൊതുജനങ്ങളുടെ കൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും കൂടെ ഉൾപ്പെടുത്തി ഈ റിപ്പോർട്ട് അന്തിമമാക്കുന്നു. അന്തിമമാക്കിയ റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനതല ജനകീയ വോട്ട് സമിതിക്ക് കൈമാറുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനതല ജനകീയ വോട്ട് സമിതി വാർഡ് തലങ്ങളിൽ നിന്ന് ലഭിച്ച ഓരോ റിപ്പോർട്ടുകളും ക്രോഡീകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനതല ജനകീയ ഓഡിറ്റ് റിപ്പോർട്ട് അന്തിമമാക്കുന്നു, പൂർത്തീകരിക്കുന്നു. എന്താണ് ജനകീയ ഹരിത വോട്ട് പ്രക്രിയ? വാർഡിലെ നിലവിലെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ, വാർഡിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതി എന്നിവയെ സംബന്ധിച്ച് വിശദമായൊരു പ്രാഥമിക റിപ്പോർട്ട് വാർഡ് തല ശുചിത്വാരോഗ്യ സമിതി തയ്യാറാക്കുന്നു. ഈ തയ്യാറാക്കിയ റിപ്പോർട്ട് വാർഡിലെ എല്ലാ പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർഡ് സഭ, ഗ്രാമസഭ സംഘടിപ്പിച്ച് ഈ റിപ്പോർട്ട് അവിടെ അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഈ റിപ്പോർട്ടിന്മേൽ വിശദമായ ചർച്ച നടത്തുന്നു. ചർച്ച നടത്തിയതിനു ശേഷം വാർഡിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് പൂർത്തിയാക്കുന്നു. പൂർത്തിയാക്കിയ റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനതല ജനകീയ വോട്ട് സമിതിക്ക് കൈമാറുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനതല ജനകീയ വോട്ട് സമിതി ഈ റിപ്പോർട്ടിലെ വസ്തുക്കളിന്മേൽ ആവശ്യമായ പരിശോധനകളും കൂടിക്കാഴ്ചകളും നടത്തി ഈ റിപ്പോർട്ട് അന്തിമമാക്കുന്നു. അന്തിമമാക്കിയ റിപ്പോർട്ട് ആദ്യഘട്ടത്തിലെ പോലെ തന്നെയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ച് അവിടെ വെച്ച് അവതരിപ്പിക്കുകയും ഈ റിപ്പോർട്ട് അന്തിമമാക്കുകയും ചെയ്യേണ്ടതാണ്. ഹരിത വാർഡ് സഭകൾ, ഗ്രാമസഭകൾ എന്നിവയിൽ അവതരിപ്പിക്കേണ്ട പ്രാഥമിക റിപ്പോർട്ട് എങ്ങനെയായിരിക്കണം? ഇതിൽ എന്തൊക്കെ വിവരങ്ങൾ ഉൾപ്പെടുത്തണം? ഇതിൻ്റെ ഘടന എങ്ങനെയാണ്? രണ്ടാം ഘട്ട ജനകീയ വോട്ടുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ ഈ തയ്യാറാക്കേണ്ട റിപ്പോർട്ടിനെ പറ്റിയിട്ടും റിപ്പോർട്ടിൻ്റെ ഘടനയെ പറ്റിയിട്ടും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. വാർഡിലെ എത്ര വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിനായി ഹരിതകർമ്മസേനകൾ, മറ്റ് അംഗീകൃത ഏജൻസികൾ എന്നിവയുടെ സേവനം ലഭ്യമാകുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സംവിധാനങ്ങൾ എത്ര വീടുകൾ, സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു, വാർഡിലെ എത്ര വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവ അജൈവ മാലിന്യം കൃത്യമായി ഹരിതകർമ്മസേന അല്ലെങ്കിൽ മറ്റു അംഗീകൃത ഏജൻസികൾ എന്നിവയ്ക്ക് നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട യൂസർ ഫീ വിശദാംശങ്ങൾ, യൂസർ ഫീ നൽകുന്ന വീടുകൾ, സ്ഥാപനങ്ങൾ, യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കിയ വീടുകളുടെ വിശദാംശങ്ങൾ, യൂസർ ഫീ തരാത്ത വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ എണ്ണം, ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിനായി വാർഡിൽ സ്ഥാപിച്ച സംവിധാനങ്ങളുടെ സുരക്ഷ, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷ, അവിടെ നിന്നും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മാലിന്യം നീക്കം ചെയ്യപ്പെടുന്നുണ്ടോ, അവിടെയുള്ള വൃത്തി എന്നിവയെ പറ്റിയുള്ള വിശദാംശങ്ങൾ, വാർഡിലെ മാലിന്യക്കൂനകൾ, പൊതുസ്ഥലങ്ങളിലെയും ജലാശയങ്ങളിലെയും മാലിന്യക്കൂനകൾ, ഈ മാലിന്യക്കൂനകൾ എവിടെ നിന്നും വരുന്നു, ഈ മാലിന്യക്കൂനകൾ എന്തുകൊണ്ട് നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല, നീക്കം ചെയ്തെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ, വാർഡിലെ മാലിന്യ സംസ്കരണവുമായി സംബന്ധിച്ച നിയമലംഘനങ്ങൾ, ഇതിനെതിരെ സ്വീകരിച്ച നടപടികൾ തുടങ്ങി ഓരോ കാര്യത്തെ പറ്റിയിട്ടുമുള്ള ജൂൺ 5 സ്ഥിതി, നവംബർ 15 സ്ഥിതി, ഉണ്ടായ മാറ്റം, നിലവിലെ വിടവ് എന്നിവ സൂചിപ്പിക്കുന്നതായിരിക്കണം റിപ്പോർട്ട്. ഹരിത ഗ്രാമസഭകൾ, വാർഡ് സഭകൾ എപ്പോൾ നടത്താം? 2023 നവംബർ 15 ശേഷം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹരിത വാർഡ് സഭകൾ, ഗ്രാമസഭകൾ നടത്താവുന്നതാണ്. ഈ ഗ്രാമസഭകൾ, വാർഡ് സഭകൾ സംഘടിപ്പിക്കുന്നത് വഴിയും
ഇതിൽ പങ്കാളികളാകുന്നത് വഴിയും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനായി നമുക്കും പങ്കുചേരാം. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും കാണാം.